കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരി ഉപയോഗിച്ച് ഭാര്യയും മകളെയും ക്രൂരമായി മർദ്ദിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീട്ടിൽ നിന്നാണ് നൌഷാദിനെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ഇന്നലെ രാത്രിയിലായിരുന്നു താമരശ്ശേരി അമ്പയത്തോട് സ്വദേശി നസ്ജയും മകളും ക്രൂരമർദ്ദനത്തിന് ഇരയായത്. അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ 8 വയസ്സുകാരി മകൾക്കും ഭർത്തൃമാതാവിനും പരിക്കേറ്റിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരിയിൽ ഭാര്യയെയും കുടുംബാംഗങ്ങളെയും, അതായത് മക്കളെയുമൊക്കെ ക്രൂരമായി മർദ്ദിച്ച പ്രതിയെ, ഭർത്താവായിട്ടുള്ള പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ അനഘ. ഇന്ന് വൈകുന്നേരം വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഭാര്യയെയും മകളെയും അതിക്രൂരമായി മർദ്ദിച്ച ഭർത്താവായിട്ടുള്ള നൌഷാദിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ നൌഷാദിന്റെ ഭാര്യ നൽകിയ, അതായത് അക്രമം നേരിടേണ്ടി വന്ന ഇവർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസ് ഈ നൌഷാദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഉടൻ തന്നെ നൌഷാദിനെ പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷം, വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം റിമാൻഡ് നടപടികളിലേക്ക് അടക്കം കടക്കുമെന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ അക്രമത്തിന് ശേഷം നൌഷാദ് ഒളിവിലായിരുന്നു. പക്ഷേ ഇന്ന് പോലീസ് നൌഷാദിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഈ നൌഷാദ് ഇവർ താമസിച്ചിരുന്ന ആ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. ഇന്നലെ ആക്രമണം നടക്കുന്ന സമയത്ത് നൌഷാദ് MDMA അടക്കമുള്ള മാരക ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. എന്നാൽ നിലവിൽ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് നൌഷാദ് ലഹരി മറ്റു പദാർത്ഥങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിരുന്നില്ല എന്നതാണ്. എന്തായാലും ഈ ഭാര്യയുടെ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇന്നലെ മാത്രമുണ്ടായ സംഭവമല്ല. എല്ലാ ദിവസവും തന്നെ ഇത്തരത്തിൽ ഭർത്താവ് മർദ്ദിക്കാറുണ്ട്. ഇന്നലെ കൊലപ്പെടുത്താനുള്ളൊരു നീക്കം പോലും ഉണ്ടായി. അതോടെയാണ് പരാതി കൊടുക്കാൻ തുനിഞ്ഞത് എന്നാണ് ഭാര്യ മാധ്യമങ്ങളോടക്കം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നൌഷാദ് അറസ്റ്റിലായിട്ടുണ്ട്. ഈ അല്പസമയത്തിന് ശേഷം നൌഷാദിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഭാര്യയെയും മകളെയും ഭർത്തൃമാതാവിനെയും ക്രൂരമായി മർദ്ദിച്ച ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും അനഘ.